Dear students, our next topic is ionic or electrovalent bond. A bond formed by the transfer of electron between two atoms is called ionic or electrovalent bond, or it is the force of attraction between two oppositely charged ions. അപ്പോൾ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നത് രണ്ട് ആറ്റങ്ങൾ തമ്മിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് എങ്കിൽ ആ ടൈപ്പ് ബോണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അയോണിക് അല്ലെങ്കിൽ ഇലക്ട്രോവാലന്റ് ബോണ്ട്. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഈ ഇലക്ട്രോവാലന്റ് ബോണ്ട് അല്ലെങ്കിൽ അയോണിക് ബോണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസ്. രണ്ട് ഓപ്പോസിറ്റ് ചാർജുള്ള അയോൺസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയും നമ്മൾ അയോണിക് ബോണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോവാലന്റ് ബോണ്ട് എന്ന് പറയാറുണ്ട്. ഇവിടെ എക്സാമ്പിൾ സാധാരണ ഈ അയോണിക് ബോണ്ടിന് പറയാറുള്ളത് ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡിൻ്റെ കേസാണ്. ഇപ്പോൾ സോഡിയം ക്ലോറൈഡിൽ നമുക്കറിയാം സോഡിയം ആറ്റം അറ്റോമിക് നമ്പർ 11 ആണ്. അപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ നമ്മൾ എഴുതുന്നത് 281 എന്നുള്ള രീതിയിലാണ്. ക്ലോറിനാണെങ്കിൽ 17 ആണ് അതിൻ്റെ അറ്റോമിക് നമ്പർ. ഇപ്പോൾ 287 എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ എഴുതുക. അത് രണ്ടും കൂടി ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? Na+ അയോൺ Cl- അയോൺ അല്ലെങ്കിൽ അയോണിക് കോമ്പൗണ്ടായ NaCl കിട്ടും. In sodium atom there is only one electron in the valence shell, and in chlorine there are 7 electrons in the valence shell. In order to attain octet state, sodium atom loses one electron and form sodium plus ion, and chlorine atom gains one electron and form chloride ion. These two ions attract each other by electrostatic force called ionic bond. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് ആ ഇക്വേഷനിൽ നോക്കിയാൽ മനസ്സിലാകും സോഡിയം ആറ്റം അതിൻ്റെ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് സോഡിയം പ്ലസ് അയോണായിട്ട് മാറും. നമുക്കറിയാം വിട്ടുകൊടുക്കുന്നയാൾ അല്ലെങ്കിൽ ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്ന ആൾക്ക് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ കാറ്റയോണായിട്ടത് മാറുകയാണ് ചെയ്യുക. അതുപോലെ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നയാൾ അല്ലെങ്കിൽ മേടിക്കുന്നയാൾ നെഗറ്റീവ് അയോൺ അല്ലെങ്കിൽ ആനയോണായിട്ട് മാറും. അപ്പോൾ ഇവിടെ ആ ഇക്വേഷനിൽ സോഡിയം കൺവേർട്ടഡ് ടു സോഡിയം പ്ലസ് അയോൺ ആൻഡ് വൺ ഇലക്ട്രോൺ ഈസ് ദെയർ. ഇൻ ദ കേസ് ഓഫ് chlorine receive one electron and form chloride ion or Cl- anion അല്ലേ. അപ്പോൾ ഈ രണ്ട് അയോൺസും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവയുടെ ഇടയ്ക്കുണ്ട്. അപ്പോൾ ആ ഒരു ഫോഴ്സ് മൂലം ഇത് ബൈൻഡ് ചെയ്തിട്ട് അത് ഒരു കോമ്പൗണ്ട് അയോണിക് കോമ്പൗണ്ടായിട്ട് കൺവേർഷൻ നടക്കും. അപ്പോൾ Na++ Cl- gives NaCl. ഓക്കെ, ദെൻ അടുത്ത ടോപ്പിക്ക് അല്ലെങ്കിൽ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് അയോണിക് ബോണ്ട് ഫോർമേഷനിൽ ഏതൊക്കെ സ്റ്റെപ്പുകളാണ് ഇൻവോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇനി താഴെ പറയുന്ന ആ സ്റ്റെപ്പുകളാണ് അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ദ ഫോർമേഷൻ ഓഫ് എ പോസിറ്റീവ് അയോൺ ഓർ കാറ്റയോൺ ഫ്രം ദ ഇലക്ട്രോപോസിറ്റീവ് ആറ്റം. അപ്പം ഇവിടെ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ഫോർ ദിസ് പ്രോസസ് ഈസ് കോൾഡ് അയോണൈസേഷൻ എൻതാൽപ്പി. നമ്മൾ 3rd ചാപ്റ്ററിൽ പഠിച്ചതാണ് എന്താണ് അയോണൈസേഷൻ എൻതാൽപ്പി എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഫോർമേഷൻ പോസിറ്റീവ് അയണിൻ്റെ ഫോർമേഷൻ ഒരു ഇലക്ട്രോ പോസിറ്റീവായിട്ടുള്ള ആറ്റത്തിൽ നിന്നാണ്. അപ്പോൾ അവിടെ ആ ഒരു എനർജി ചേഞ്ച് അല്ലെങ്കിൽ അവിടെ വേണ്ടി വരുന്ന ആ എനർജി ചേഞ്ചിന് നമ്മൾ അയണൈസേഷൻ എൻതാൽപ്പി എന്നുള്ള പേരിലാണ് അല്ലെങ്കിൽ ആ ഒരു ടേമിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഈ കറസ്പോണ്ടിങ് ഇക്വേഷൻ തന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കുക. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഫോർമേഷൻ ഓഫ് നെഗറ്റീവ് അയൺ ഫ്രം ദ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം. അപ്പോൾ ആദ്യത്തതിൻ്റെ അകത്ത് പോസിറ്റീവ് അയണിൻ്റെ ഫോർമേഷനായിരുന്നു, രണ്ടാമത്തതിൻ്റെ അകത്ത് നെഗറ്റീവ് അയണിൻ്റെ ഫോർമേഷനാണ് നടക്കുക.
അപ്പോൾ ആ എനർജി ചേഞ്ച് അല്ലെങ്കിൽ ആ എനർജി നമ്മൾ എന്ത് പേരിൽ വിളിക്കും? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അതും നമ്മൾ 3rd ചാപ്റ്ററിൽ കണ്ടതാണ്. അപ്പം ദ എനർജി ഇൻവോൾവ്ഡ് ഇൻ ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അതിൻ്റെയും കറസ്പോണ്ടിങ് ഇക്വേഷൻ അവിടെയുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഒരു ഇലക്ട്രോൺ, ഒരു നെഗറ്റീവ് അയൺ ഇലക്ട്രോനെഗറ്റീവായിട്ടുള്ള ആറ്റത്തിൽ നിന്നും ഫോം ചെയ്യുന്നു. അവിടെ വേണ്ടി വരുന്ന ആ ഒരു എനർജി അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യുന്ന ആ എനർജിയെ നമ്മൾ വിളിക്കുന്ന പേര് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ദെൻ 3rd സ്റ്റെപ്പ്, ദ പാക്കിംഗ് ഓഫ് the cation and anion to form an ionic compound. The energy change in this process is called lattice enthalpy. അപ്പോൾ ലാറ്റിസ് എൻതാൽപ്പി നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. ലാറ്റിസ് എൻതാൽപ്പി, ലാറ്റിസ് എനർജി എന്നുള്ള പേരിലും പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു പ്രോസസ്സിന് ആ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു എനർജി ചേഞ്ചിന് നമ്മൾ ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയും. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി എനർജി റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് 1 mole ഓഫ് ആൻ അയോണിക് കോമ്പൗണ്ട് ഇൻറ്റു ഗേഷ്യസ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് അയോൺസ്. ഒരു മോൾ അയോണിക് കോമ്പൗണ്ട് അതിൻ്റെ ഗേഷ്യസ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് അയോൺസായിട്ട് കൺവേർഷൻ നടക്കാനായിട്ട് എന്തുമാത്രം എനർജി ആവശ്യമുണ്ടോ അതിനെയാണ് നമ്മൾ ലാറ്റിസ് എൻതാൽപ്പി എന്നുള്ള പേരിൽ പറയുക. അപ്പം ഇറ്റ് ഈസ് ദി എനർജി റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് 1 mole ഓഫ് ആൻ അയോണിക് കോമ്പൗണ്ട്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സോഡിയം ക്ലോറൈഡിൻ്റെ കേസ് തന്നെ നമുക്ക് പറയാം. സോഡിയം ക്ലോറൈഡ് ഒരു അയോണിക് കോമ്പൗണ്ടാണ്. ആ അയോണിക് കോമ്പൗണ്ട് സോളിഡ് സ്റ്റേറ്റിലുള്ള ആ അയോണിക് കോമ്പൗണ്ടിനെ അതിൻ്റെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് കൺവേർഷൻ നടക്കാൻ, ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള അയോൺസായിട്ട് കൺവേർട്ട് ചെയ്യാൻ, അതായത് Na+ അയോണായിട്ട് മാറാൻ, അതുപോലെ Cl- അത് ഗേഷ്യസ് ഫോമിലാണ് എന്നുള്ളത് ഓർക്കണം. NaCl എന്ന് പറയുന്ന അയോണിക് കോമ്പൗണ്ട് സോളിഡ് ഫോമാണ്. അത് അതിൻ്റെ ഗേഷ്യസ് ഫോമായിട്ടുള്ള Na+ ഗേഷ്യസ് അയോണും Cl- ഗേഷ്യസ് അയോണുമായിട്ട് കൺവേർഷൻ നടക്കണമെങ്കിൽ എന്തുമാത്രം എനർജി അവിടെ റിക്വയർഡാണ്, അല്ലെങ്കിൽ എന്തുമാത്രം എനർജി അവിടെ ആവശ്യമുണ്ട്, അതിനെയാണ് നമ്മൾ ലാറ്റിസ് എൻതാൽപ്പി എന്നുള്ള ടേമിൽ സൂചിപ്പിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ സോഡിയം ക്ലോറൈഡിൻ്റെ കേസിൽ ലാറ്റിസ് എൻതാൽപ്പി ഓഫ് സോഡിയം ക്ലോറൈഡ് ഈസ് 788 കിലോജൂൾ പെർ മോൾ. 788 കിലോജൂൾ പെർ മോളാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുക? 788 കിലോജൂൾ പെർ മോൾ ഓഫ് എനർജി റിക്വയർഡ് ടു സെപ്പറേറ്റ് 1 mole ഓഫ് സോഡിയം ക്ലോറൈഡ് ഇൻറ്റു 1 mole ഓഫ് സോഡിയം അയൺ ആൻഡ് 1 mole ഓഫ് ക്ലോറൈഡ് അയോൺ. അപ്പം ഓർക്കേണ്ട കാര്യം, സോഡിയം ക്ലോറൈഡ് അയോൺ എന്ന് പറയുന്ന അയോണിക് കോമ്പൗണ്ട് സോളിഡ് സ്റ്റേറ്റിലും മറ്റ് അയോൺസ്, അതായത് Na+ അയോണും Cl- അയോണും ഗേഷ്യസ് സ്റ്റേറ്റിലും ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ അതാണ് അവിടെ ലാറ്റിസ് എൻതാൽപ്പി എന്നുള്ള ടേം കൊണ്ട് സൂചിപ്പിക്കുക. പിന്നെ അതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത് ഫാക്ടേഴ്സ് ഫേവറിങ് ദ അയോണിക് ബോണ്ട് ഫോർമേഷൻ. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് അയോണിക് ബോണ്ട് ഫോർമേഷനെ ഫേവർ ചെയ്യുന്നത്? പ്രധാനമായിട്ടും 3 ഫാക്ടേഴ്സാണ് നമ്മൾ പറയുക. അതിൽ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ലോ അയോണൈസേഷൻ എൻതാൽപ്പി ഓഫ് ദി ഇലക്ട്രോപോസിറ്റീവ് ആറ്റം, അല്ലെങ്കിൽ മെറ്റൽ ആറ്റത്തിൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി കുറവായിരിക്കണം. അപ്പം അത് ഒരു ഒന്നാമത്തെ ഫാക്ടറാണ്. അയോണിക് ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ വേണ്ട ഒന്നാമത്തെ ഫേവറബിൾ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ലോ അയണൈസേഷൻ എൻതാൽപ്പിയാണ്. അപ്പോൾ ഇലക്ട്രോപോസിറ്റീവ് ആറ്റം, നമ്മൾ എടുക്കുന്ന മെറ്റൽ ആറ്റം അല്ലെങ്കിൽ ഇലക്ട്രോപോസിറ്റീവ് ആറ്റത്തിന് ലോ അയണൈസേഷൻ എൻതാൽപ്പി ആയിരിക്കണം. സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് ഹൈ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ദി ഇലക്ട്രോനെഗറ്റീവ് ആറ്റം. അപ്പോൾ ഇവിടെ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോൺ മെറ്റൽ ആറ്റമാണ്, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന ആ നോൺ മെറ്റൽ ആറ്റം അതിൻ്റെ ഹൈ ആയിട്ടുള്ള നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആയിരിക്കണം അതിന് വേണ്ടത്. അപ്പോൾ അത് അടുത്ത ഫാക്ടറാണ്.
ഇനി നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഹൈ ലാറ്റിസ് എൻതാൽപ്പി ഓഫ് ദി അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന അയോണിക് കോമ്പൗണ്ടിൻ്റെ ഹൈ ലാറ്റിസ് എൻതാൽപ്പിയാണ് അടുത്ത ഫാക്ടർ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ആ ഒരു അയോണിക് ബോണ്ട് ഫോർമേഷനെ ഫേവർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുക. 3 ഫാക്ടർ: ലോ അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ദി ഇലക്ട്രോപോസിറ്റീവ് ആറ്റം ഓർ മെറ്റൽ ആറ്റം, ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഹൈ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ദി electronegative atom or non-metal atom. Third factor is high lattice enthalpy of the ionic compound formed. അപ്പോൾ ഇത്രയാണ് അയോണിക് അല്ലെങ്കിൽ ഇലക്ട്രോവാലൻറ്റ് ബോണ്ട് എന്ന ടോപ്പിക്കിൽ വരുന്നത്. ഓക്കെ, താങ്ക് യു.